ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞായറാഴ്ചത്തെ കേട്ടോ. ഞായറാഴ്ച ഞാൻ രാവിലത്തെ ചായയും കടി ആയ ശേഷം ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ക്യാബേജ് തോരനാക്കാമെന്ന് വെച്ചിട്ട് ക്യാബേജ് തോരൻ ഞാൻ ഇതുപോലെ കേട്ടോ കട്ട് ചെയ്യുന്നത് 2 പീസാക്കിയിട്ട് അതിൻ്റെ ആ മൊത്ത ഭാഗമില്ലേ അതങ്ങനെ തന്നെ കട്ട് ചെയ്ത് പിന്നെ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എനിക്കിതാ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വിനാഗിരിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിലുള്ള വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതാ ചോപ്പറിലിട്ട് ചോപ്പി അതിനെല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ മമ്പയർ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു ചായക്കടി ആക്കുമ്പോൾ. മമ്പയറും കായും കൂടി എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം മമ്പയർ ഇത് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കായും ഞാൻ നേരത്തെയും മുറിച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുറച്ചധികം വിസിലടിക്കുന്നുണ്ട്, കാരണം നല്ലോണം വെന്ത് വരണമല്ലോ. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി കഴുകിയെടുക്കുന്ന റേഷൻ അരി തീർന്നു. പിന്നെ കടയിൽ നിന്ന് മേടിച്ച കുത്തരി കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ച ശേഷം ഞാൻ തേങ്ങ ഇറക്കാൻ വേണ്ടി ചിരകാൻ വേണ്ടിയിട്ട് കേട്ടോ. കറിക്കും അതുപോലെ തോരനെല്ലാം തേങ്ങ വേണമല്ലോ, ചിരകാൻ വേണ്ടിയിട്ട് ചിരകലാണ്. പിന്നെ ചോറ് കുക്കറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അരിയെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ചോറ് ഇങ്ങനെയാണ് വെക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു വിസിലടിക്കാൻ അവിടെ വേവിക്കും. ഇത് ഞാൻ വിനാഗിരിയിലും മഞ്ഞൾപ്പൊടിയിലെല്ലാം ഇട്ട് വെച്ചത് കഴുകി വൃത്തിയാക്കി കോരിയെടുത്തിട്ട് അതിൽ സവോളയും മഞ്ഞൾപ്പൊടി ഇഞ്ചിയും എല്ലാം കുറച്ച് തേങ്ങയിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ പച്ചമുളക് മുറിച്ചിടുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൈ പുകയും അതുകൊണ്ട്. അപ്പം ഞാൻ നല്ലോണം തിരികെ പിടിപ്പിച്ച ശേഷം ലാസ്റ്റ് ഞാൻ പച്ചമുളക് മുറിച്ചിട്ടിട്ട് കടുക് പൊട്ടിച്ച് അതുപോലെ കറിവേപ്പിലെല്ലാം പൊട്ടിച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പം അതങ്ങനെ വെച്ചു. ഇതിലൊരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിക്കില്ല, ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ക്യാബേജിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാലും. അങ്ങനെ ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ മത്തി പൊരിക്കാനുണ്ട്. ഞാനത് ഫ്രീസറിനടുത്ത് പുറത്ത് വെച്ച് പിന്നെ അതെനിക്ക് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ മസാല കേട്ടോ, നല്ല ടേസ്റ്റായി മസാല ഇത് മത്തീൻ്റെ. പിന്നെ ആദ്യം മത്തിയിൽ മസാല ഇട്ട് പിറക്കിയ ശേഷം ബാക്കിയുള്ള മസാല ഫ്രൈ ചെയ്യാൻ വെച്ചതിൽ കുറച്ച് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കറിയിൽ ഞാൻ കടുകെല്ലാം വറുത്തിട്ടു. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴേ കുറച്ച് നല്ലോണം ഓയിലാട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ഓയിലാണ് ഞാൻ ഇതിൻ്റെ മസാല വഴറ്റുന്നത്. എന്നിട്ട് ഈ പൊരിച്ച ഫ്രൈ എല്ലാം ആക്കിയിട്ട് മിക്സ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ സ്മോൾ സൺഡേ ഡേ ആട്ടോ.